അറിഞ്ഞിക്കണേ എമ്മനെ വിളിച്ച് ഉമ്മ വരാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്തായാലും കുറച്ച് ദിവസം അവിടെ പോയി നിൽക്ക്, അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ആമയെ നമ്മളെ കുട്ടിയല്ല എൻ്റെ വയറ്റിലുള്ളത്, അത് നീ ശ്രദ്ധിക്കണ്ടേ. എനിക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ അക്കാ, പക്ഷെ ഉമ്മ അങ്ങനെ പറയുമ്പോ അതിന് അനുസരണക്കേട് കാണിക്കാനും തോന്നിയില്ല. ഞാൻ എടുത്തു പോയതാണ്, പക്ഷെ എന്നാലും ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഇതിൽ കഴിഞ്ഞത്. എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, കുറച്ച് ദിവസം അവിടെ റെസ്റ്റ് എടുക്കും, ഞാൻ അങ്ങോട്ട് വരാം. എന്നാലും വേണ്ടിയില്ല. ആയിക്കോട്ടെ അമ്മ, ഞാൻ ഓളെന്തായാലും ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ കേട്ടോ. വേണ്ട, ഓള് ഇവിടെ നിന്നോട്ടെ. അതിനിപ്പോ എന്താ? അല്ല, ഓള് മരോള് നിങ്ങള് മോളായിട്ട് എന്താണ് അംഗീകരിക്കുന്നത് അന്ന് നമ്മൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. കുറച്ച് ദിവസം അവിടെ റെസ്റ്റ് എടുക്കട്ടെ. വേണ്ടാത്ത മാഞ്ഞാത്തിനൊന്നിക്കല്ലോ, 2 ദിവസം നിന്നിട്ട്. അല്ല, ഒരുപാട് ആശിച്ചിട്ട് നമ്മളായതല്ലേ. നിങ്ങൾ ഇമാരി പണിയല്ലേ ഓളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അല്ല, നിങ്ങൾ എന്നാണ് നിങ്ങൾക്ക് മോളായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നത് അന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ ഓളെ കൊണ്ടാവണം. ഏതായാലും ഓളമ്മനെ ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. കുറച്ച് ദിവസം അവിടെ ഞാൻ നിങ്ങൾ കാട്ടിക്കൂട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഓളെ അമ്മനോട് എങ്ങനെ പറയും, കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അത് അത്ര തന്നെ. ഹാമി നമുക്ക് അമ്മനോട് പറഞ്ഞേക്ക് പോവാൻ തന്നെ. ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പോവാട്ടോ. എല്ലാ മോളെ, ഈ പോവാണോ? നോമ്പ് മുന്നേ കണ്ടുകിട്ട് ഇറങ്ങി പോവാണോ? 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇനി പണിയൊന്നും ഞാൻ എടുപ്പിക്കില്ല, ഞാൻ തന്നെ എടുത്തോളാം. ഉമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ നോമ്പ് തുടങ്ങിയില്ല നാളെ മുതൽ. എനക്കാകെ അങ്ങനെ പറയുന്നുണ്ട് അവിടെ നിൽക്കാൻ. എന്തായാലും ഞാൻ കുറച്ച് ദിവസം നിന്നിട്ട് വരാം. ഉമ്മ, എന്നാ ഞാൻ പോയി വരാം. എല്ലാരും പോവാ, ഓളും ഇല്ല, ഓനും ഇല്ല. ഓനതാ കാത്തിക്കണേ. ഞാൻ അറിയാണ്ട് ചെയ്തൊക്കെ ഈ പൊരുത്തപ്പെട്ടാള്. സാരമില്ല, ഇങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യാനാ? നീ ആരോട് പറയൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾ ദുആ ചെയ്യേ ഒന്നും ഇല്ലാതെക്കാൻ. ഞാൻ പോട്ടെ. എന്നാ പോയി പോരും. വാതില് കുറ്റിയിട്ടില്ലേനു. വായില് ചാരി വെച്ചിട്ട് ഇത് ഇവിടെ പോയി. ഈയോ ഇതപ്പള്? നിങ്ങൾ അടുക്കളേനു? ഓ, നല്ല വെയിലുണ്ട്. വെയ്യ നടന്നിട്ട്. ശരിയാണ്. എന്താക്കാ? ഞാൻ അടുക്കളയിൽ പാത്രം കഴിക്കാന്, ചോറേപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞതിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇങ്ങനെ കഴിക്കാന്. ഇവിടെ ഇരിക്കും നിങ്ങള്. അല്ല, ഈ ഒറ്റക്കേ ഉള്ളൂ? കുട്ടികളൊക്കെ ഇവിടെ? കൂറ്റൊന്നും കേൾക്കില്ലല്ലോ. കുട്ടികളൊക്കെ അതാ വരുന്നുണ്ട്. വരുന്ന വൈക്കും അവിടെയൊക്കെ പീടികയിലൊക്കെ കയറി ചിക്കാണ്. ഞാൻ വേഗം ഇങ്ങോട്ട് നടന്ന് വന്നതാ. എനിക്ക് വയ്യ. ഓ, നല്ല ചൂട് എടുക്കലുണ്ട്. അല്ലമ്മ, ഇന്നല്ലേ ഓന് വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് ഓന്നെ പറയാത്ത ഒന്നുമില്ല. ഓന്നെ അത്രയും പറഞ്ഞിക്കണ്. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവല്ലോ അല്ലേ? പള്ള നിറച്ചും കിട്ടിയിട്ടുണ്ടാവും. അല്ലാ, ഓനിപ്പം എന്നെ വിളിച്ച് ഇങ്ങനെ പറയാനിപ്പോൾ എന്താ ഉണ്ടായത്? സാധാരണ അല്ലേ ഒരു വീട്ടിലുള്ളൊരു പണി എന്നൊക്കെ പറയാന്, അതിൽ മാത്രം ഇവിടെ ഇപ്പം എന്താ എടുത്തത്? വെറുതെ എന്നെ പറയാം. ഇന്നെന്നല്ലോ പറഞ്ഞതിനെന്ത് കണക്കുണ്ടോ? എന്നെ അങ്ങോട്ട് തല്ലാൻ വരുന്ന മാതിരിയാ പറഞ്ഞത്. എനിക്കതൊന്നും ഇഷ്ടമായില്ല. അങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പത്തെ അതിലൊന്നും ഉണ്ടാതെ നിന്നതാ. അല്ലമ്മ, എന്താ ഇവിടുത്തെ പ്രശ്നം? ഞാൻ പള്ളിയിലുള്ള സമയത്ത് നിങ്ങൾ 4 എണ്ണം എന്താ, അപ്പം 4-മത്തേനെ നോക്കാനും നിങ്ങൾ നല്ലപോലെ നോക്കിയില്ലേ? കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ അവിടെ വന്നിട്ട് ഇന്നെ നല്ലോണം നിങ്ങൾ നോക്കിയില്ലേ? നിങ്ങൾക്ക് ഈ ആവതില്ല എന്ന് പറഞ്ഞിട്ടു എനിക്ക് നിങ്ങളെല്ലാം ചെയ്തു തരുന്നില്ലേ? പിന്നെ ഓക്ക് നിങ്ങളെന്താ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് പ്രശ്നം? ഓക്കെ, ഇന്നങ്ങാട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പള്ളിയിലുള്ളതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. ഓക്കെ, റെസ്റ്റാണ് പറഞ്ഞിരിക്കണത്. റിപ്പോർട്ട് അടക്കം എനിക്ക് ഇന്നലെ കാണിച്ചു തരാനും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഓക്കെ റെസ്റ്റ് പറഞ്ഞതാണെന്ന്. എന്നിട്ട് നിങ്ങൾ ഈ കണ്ട പണിയൊക്കെ ഓളെ കൊണ്ട് എടുപ്പിച്ച്, എന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? ഞാനും കൂടി എന്ന്. എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആയിട്ടല്ലേ ഇപ്പോൾ ഓക്ക് ബ്ലീഡിങ് ആയത്. ഇത് ആരും കേട്ടാൽ എന്താ വിചാരിക്കുക? നിങ്ങളെ തന്നെ അല്ലേ നിങ്ങൾ പറയിപ്പിക്കണത്? നിങ്ങൾ മോളെയും മരുമോളെയൊക്കെ ഒരുപോലെ കാണാൻ ശ്രമിക്കുക. അവസാന നിമിഷം ഓളെ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ വ്യാപാരന്മാരെ എടുത്തുമായിരിക്കും. എന്തിനാ വെറുതെ ഓളെ ഇട്ട് ദ്രോഹിക്കുന്നത്? അല്ല, നിങ്ങളെന്താ പറയണേ? എനിക്കെന്താ ഓളോട് സ്നേഹം ഇല്ല എന്നാ? ആരും കേട്ടാല് സ്നേഹമുണ്ട്, എനിക്ക് മനസ്സിലാക്കിന്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണോ? ഓളെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിൽക്കണോ? നിങ്ങൾ പണ്ട് പെറ്റതാണ്, പണ്ടുള്ളവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടിക്ക് റെസ്റ്റാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞിരിക്കണേ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ.
പിന്നെ ഞാൻ പോവും, നിങ്ങളായി നിങ്ങളെ പാടായി. എല്ലാവരും എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളും കഴിച്ചിടട്ടെ, നീ കാട്ടിക്കൂടി. എന്നാ ഇന്ന് നീറ്റാട്ടെ. എന്നാ ഇതെന്തെങ്കിലും രണ്ടെണ്ണം തിന്ന്. എങ്ങനെ വെറുവും കെടുത്തായാലും ശരിയാവില്ല. ഇടക്കിടക്ക് ഇങ്ങനെ തിന്നും പിടിച്ചു നിക്കണോ, ആ ക്ഷീണം മാറട്ടെ അങ്ങോട്ട്. വേഗം എന്നിട്ട് കിടന്നൂട് കേട്ടോ. എനിക്കിതിപ്പം വേണ്ടേനും ഉമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാ പോരെ. വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുന്ന് എന്തായാലും തിന്നാനും കുടിക്കാനൊന്നും നിന്നിട്ടില്ല. ഇവിടുന്നെങ്കിലും ഇനി തിന്നാൻ നോക്ക്. ഹോ, വല്ലാത്തൊരു സ്ഥിതി തന്നെ. അതും ഒരു പെണ്ണെന്നെ, അതിനും ഉണ്ട് ഒരു മോളെന്നെ. എന്നിട്ട് ഇങ്ങനത്തെ ചെയ്തൊക്കെ ചെയ്തല്ലോ എന്നാണ് എനിക്ക് ആലോചിക്കുമ്പോ ഇപ്പം ഇങ്ങനെ രക്തം തിളക്കിയ ആ കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ പിയാപ്പിള ഇന്നലെ ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോ ഞാൻ ഒന്നും പറയാഞ്ഞതാണ്. അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം. ഞാന് വരാൻ നേരത്ത് മാപ്പൊക്കെ പറഞ്ഞിക്കണ ഉമ്മ, ചെയ്തത് അബദ്ധമായി എന്ന് തോന്നിക്കണ മൂപ്പർക്ക് തന്നെ. എല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇനി കുറച്ച് മാപ്പ് ചോദിക്കാഞ്ഞിട്ടാണ് മാപ്പ് ചോദിക്കണ്. എന്തായാലും കുറച്ചു ദിവസം ഞാൻ ഇവിടെ നിന്നിട്ട് പോണം. പോവാനോ? ഇനി കുട്ടി ആയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു പോക്കും വരുത്തൊന്നുമില്ല. വേണ്ടവരും ഇങ്ങോട്ട് വന്ന് കണ്ടോട്ടെ, അല്ലാതെ എന്ത്. ഞാൻ പിന്നെ ഒന്നും പറയാഞ്ഞിട്ടാണ്. തിന്നാ നോക്ക്. ഇവള് പോവാൻ നിൽക്കുന്നു ചെയ്യുന്നു. ഇവിടെ ഇരുന്നാ മതി, ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം നോക്കാന്. വാങ്ങി വെച്ച സാധനം ഒന്നും നോക്കിയിട്ടില്ല. പഴയ മുട്ടയും വെച്ച് എന്തെങ്കിലുമൊക്കെ ആരാപ്പം അതിനുള്ളത്. ഞാനും ബാപ്പി തന്നെ. ഓന് വീണ്ടും കോയമ്പത്തൂരൊക്കെ പോയില്ലേ. എനിക്കിതൊന്നും ആക്കാനും വയ്യ. ഓളുണ്ടെങ്കിൽ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ആക്കിയേനു. പറഞ്ഞിട്ട് കാര്യമല്ലേ, ആക്കുമ്പോൾ കുറ്റം പറഞ്ഞ്. ഓളൊന്ന് വിളിച്ചു നോക്കിയാലോ. ഇവിടെ നിന്നിട്ട് ബോറടിക്കുന്നുണ്ട്. ഓളുണ്ടാകുമ്പോൾ ഒരു അരയേനു ഒച്ചയും വിളിയും ഒക്കെ ആയിട്ട്. ഓ എൻ്റെ അമ്മ. അടിച്ചു തരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. എന്നെക്കൊണ്ട് വയ്യ. അവിടെ വരുന്ന ഓളൊന്ന് വിളിച്ചു നോക്കണം. ഒരു ദിവസം ഒന്ന് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ. എന്നെക്കൊണ്ട് കഴിയൂല. നല്ല കാലും കൈയൊക്കെ വേദന ഉണ്ട്. ഓളൊന്ന് വിളിച്ചു നോക്കിയാലോ. പോയിട്ട് 2-3 ദിവസമായില്ലേ. പോയി നോക്കാം. അല്ലെങ്കിൽ ഓളില്ലായിട്ട് എനിക്കൊരിത് കിട്ടണില്ല. ഓളൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇല്ലെങ്കിൽ വേണോ? മോശമാവോ? കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിച്ചു നോക്കാം. മക്കളങ്ങാട്ടി അപ്പുറം ഓളില്ലെങ്കിൽ എനിക്കെന്തോ ഒരു മാതിരി. നല്ലപോലെ നിന്നിട്ടു ഞാൻ പണിയെടുപ്പിച്ചതാക്കിയല്ലേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ അമ്മ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ? എന്താക്കാ? ഞാനിങ്ങനെ കിടക്കന്നെ. അപ്പം എങ്ങനെ ഉണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ, ക്ഷീണുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നോമ്പൊന്നും പിന്നെ എടുത്തുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞീനു. അല്ലെങ്കിലും വേണ്ട, വയ്യാതെ പോയതല്ലേ. പിന്നെ എന്താണ് ഇപ്പൊ എങ്ങനെ ഉണ്ട്? ബ്ലീഡിങ് അങ്ങനൊന്നും വന്നില്ലല്ലോ? ഇല്ല, അതൊന്നും ഇല്ല. എന്താക്കാണ് നിങ്ങള്? ഞാൻ ഇവിടെ ഇപ്പൊ പണിയും കാര്യമൊന്നും ഇല്ലല്ലോ. ഒറ്റക്കല്ലേ. ഇപ്പൊ രാവിലെ പോയതാണ്. ഓനും ഇല്ലല്ലോ. ഓളും പോയി. പോയ പിറ്റേ ദിവസം ഓള് വന്നീനു. എന്നിട്ട് പിറ്റേ ദിവസം ഓള് പോയി. ഇല്ല, എനിക്ക് ബോറടിക്കണെന്ന് പറഞ്ഞിട്ട് ഓള് ഒരു 2 ദിവസം തികച്ച് നിന്നില്ല. ഓളും പോയി. തന്നെ വിളിച്ചീനു. എന്താ അറിയാനാ, മോനും മോളും ഒക്കെ എന്നെ ചീത്ത പറഞ്ഞ്. ഞാൻ ചെയ്ത പണിയോണ്ടേ. പാപ്പൻ്റെന്ന് വേറെയും കിട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല. സാരല്ലേ അമ്മ. എന്തായാലും ഈ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. പ്രാത്താവട്ടെ. ദുആ ചെയ്താ മതി. ഞാനിനി വന്നിട്ട് ഇവിടെ ഒന്നും എടുക്കാനോ ആക്കാനോ ഒന്നും നിൽക്കില്ല. എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയത്. എനിക്കറിയില്ലല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്ന്. ഞാൻ പണ്ടുള്ള കാലത്ത് എടുത്ത മാതിരിയൊക്കെ അങ്ങനെ ചെയ്യിപ്പിച്ച, എന്നാലല്ലേ സുഖപ്രസവമൊക്കെ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ മണ്ടി പോലെ ആവുമെന്ന് വിചാരിച്ചോ. ഞാൻ റാത്തല്ല, ഞാൻ വിവരമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറ്റെങ്കിൽ നോമ്പറക്കാൻ പോരണ്ടി. ഞാൻ അപ്പനെ വിടണ്ട്. ആയിക്കോട്ടെ. അപ്പനോട് സലാം പറയട്ടോ. പറയണ്ട്. എന്നാ ശരി. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
ആ നിന്റെ സ്വഭാവ ഗുണം കൊണ്ടാണല്ലോ ഇപ്പൊ മക്കളും ഇല്ല മരുമക്കളും ഇല്ലാത്ത അവസ്ഥയായി. എല്ലാ വീട്ടിലമ്മമാർക്കും ഇതൊരു പാടാവണം. മക്കളെ പോലെ മരുമക്കളെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരും ഇല്ലാണ്ടാവും. ഇപ്പൊ ഞാൻ ഖേദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. എല്ലാരും നോക്കി കണ്ടൊക്കെ ജീവിച്ച കൊള്ള എല്ലാം ഇന്റെ മാതിരി ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും.